നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കെ ശിവരാമൻ തീരുമാനിക്കേണ്ടെന്ന് ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു ഉൾപ്പെടെയുള്ളവരുടെ പണം വാങ്ങി ചെലവഴിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്നും CV വർഗീസ്. CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് അവർ തന്നെ കൊള്ളയടിക്കുകയും പണം ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് CPMന്റെ രീതിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മറയൂരിൽ വൈദ്യുതാഘാതമേറ്റ ഒരാൾ മരിച്ചു. മരിച്ചത് ചട്ടമൂന്നാർ ടോപ്പ് ഡിവിഷൻ സ്വദേശി ഗണേശൻ. നെടുങ്കണ്ടത്ത് ഓട്ടോറിക്ഷയിൽ നിന്ന് വീണു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പീരുമേട് പരുന്തുംപാറയിൽ യുവാക്കൾ സഞ്ചരിച്ച കാറിന് മുമ്പിൽ കടുവ. വിനോദസഞ്ചാരികളുടെ കാറിന് മുമ്പിലൂടെ കടുവ റോഡ് മുറിച്ചു കടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ. കാഞ്ചാർ കോഴിമല അരുവിക്കൽ ഭാഗത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിനായി ഇത്തവണ ഇടുക്കിയിലേക്ക് എത്തിയത് റെക്കോർഡ് സഞ്ചാരികൾ. ഡിസംബറിൽ മാത്രം ജില്ലയിലെത്തിയത് 4 ലക്ഷത്തിൽ പരം സഞ്ചാരികൾ. മൂന്നാറിനും വാഗമണിനും തേക്കടിക്കുമൊപ്പം ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലും അനുഭവപ്പെട്ടത് വൻ തിരക്ക്. വിശദമായ വാർത്തകൾ. CPM എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കെ ശിവരാമൻ തീരുമാനിക്കേണ്ടെന്ന് ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ന്യായമായ വിമർശനം ആരിൽ നിന്നായാലും അംഗീകരിക്കും. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു ഉൾപ്പെടെയുള്ളവരുടെ പണം വാങ്ങി ചെലവഴിച്ചത് കോൺഗ്രസ് നേതാക്കളാണ്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഭരണസമിതി നടത്തിയ ക്രമക്കേടുകളുടെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറും. പാർട്ടിയുമായി ബന്ധപ്പെട്ട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതാണ് CPMന്റെ ശൈലിയെന്നും CV വർഗീസ് തൊടുപുഴയിൽ പറഞ്ഞു. വിമർശനമാണെന്നുള്ളത് കൊണ്ട് എല്ലാ വിമർശനവും അവിമർശനം കാണാൻ പറ്റില്ല. 17 കോടി രൂപ ഞാൻ വ്യക്തിപരമായി പറഞ്ഞില്ല. 17 കോടി രൂപ ഞങ്ങൾ ഭരണം വെക്കുമ്പോൾ 17 കോടി രൂപയുണ്ട്. ഈ സാബുവിന്റെ ഉൾപ്പെടെ പൈസ മേടിച്ച് ചെലവഴിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ പണം ഇപ്പൊ കൊടുത്തിരിക്കുന്നത് LDF കൊടുത്തിരിക്കുന്നത് അതിന്റെ എല്ലാ രേഖയും ഞങ്ങളുണ്ട്. അതെല്ലാം പറയും. ഞങ്ങളുടെ പാർട്ടിക്കകത്തെ പാർട്ടി സഖാക്കൾ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാ പണവും സമാഹരിച്ചു വെച്ചുകൊണ്ടല്ല പാർട്ടി സഖാക്കളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തിക്കുക. പാർട്ടിക്കകത്ത് ചിലപ്പോൾ പാർട്ടിക്ക് വേണ്ടി കടം മേടിക്കേണ്ടി വരും. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരാരും മേടിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആരുടെയും കയ്യിൽ കിട്ടിയിരുന്ന നിങ്ങൾ എവിടെയും ഞങ്ങളെ കൊണ്ടുവിടായിരുന്നോ? CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് അവർ തന്നെ കൊള്ളയടിക്കുകയും പണം ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് CPMന്റെ രീതിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിഷയത്തിൽ CPM സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. സത്യത്തിൽ മാനസിക നില തെറ്റിയിരിക്കുന്നത് ഇടുക്കിയിലെ CPM നേതൃത്വത്തിനാണ്. സാബുവിന്റെ ആത്മഹത്യാ വിഷയത്തിൽ CPM നേതാക്കന്മാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ സഹകരണ സ്ഥാപനങ്ങളിൽ പണം നഷ്ടപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള ആ സാധു മനുഷ്യനെ അപമാനിക്കുന്ന സമീപനമാണ് CPM നേതൃത്വം ചെയ്യുന്നത്. അദ്ദേഹത്തെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ CPMന്റെ നേതാക്കന്മാർ തയ്യാറാവുകയാണ്. സത്യത്തിൽ മാനസിക രോഗം ആത്മഹത്യ ചെയ്തവർക്കല്ല, ഇടുക്കി ജില്ലയിലെ CPMന്റെ നേതാക്കന്മാർക്കാണ് മനോരോഗമുള്ളത്. അതിനാണ് ചികിത്സിക്കേണ്ടത്. അതുകൊണ്ട് ഈ ആത്മഹത്യയെക്കുറിച്ചും ഉന്നതതല അന്വേഷണം ഉണ്ടാകണം. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് CPM നേതാക്കന്മാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മറയൂരിൽ വൈദ്യുതാഘാതമേറ്റ ഒരാൾ മരിച്ചു. ചട്ടമൂന്നാർ ടോപ്പ് ഡിവിഷൻ സ്വദേശി ഗണേശനാണ് മരിച്ചത്. കന്നുകാലികൾക്ക് നൽകാൻ മരത്തിൽ നിന്നും ശിഖരങ്ങളും മറ്റും വെട്ടിയിറക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് അപകടം സംഭവിച്ചെങ്കിലും രാവിലെയാണ് അപകട വിവരം ആളുകൾ അറിയുന്നത്. ചട്ടമൂന്നാർ ടോപ്പ് ഡിവിഷൻ സ്വദേശി ഗണേശനാണ് വൈദ്യുതാഘാതമേറ്റ ദാരുണാന്ത്യം സംഭവിച്ചത്. തോട്ടം തൊഴിലാളിയായ ഗണേശൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് കന്നുകാലികൾക്കുള്ള തീറ്റ ശേഖരിക്കാൻ പോയിരുന്നു. വൈദ്യുതി ലൈനിന് സമീപം നിന്നിരുന്ന മരത്തിൽ നിന്നും ശിഖരം വെട്ടുന്നതിനിടയിൽ അപകടം സംഭവിച്ചിരിക്കാമെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്നും പോയ ഗണേശൻ തിരികെ എത്തിയിരുന്നില്ല. സാധാരണ നിലയിൽ വൈകിയായിരുന്നു ഗണേശൻ വീട്ടിൽ എത്താറുണ്ടായിരുന്നത്. രാത്രികാലത്ത് കാപ്പിത്തോട്ടത്തിൽ കാവൽ ജോലിക്ക് പോയേക്കുമെന്നും ഗണേശൻ കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ രാത്രി ഗണേശൻ വീട്ടിൽ എത്തിയിരുന്നില്ലെങ്കിലും അന്വേഷിച്ചിരുന്നില്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ஃபோன் பண்ணும்போது நான் நைட்டு வேலைக்கு போயிருப்பாங்க, காப்பி காட்டுக்கு நைட்டு வேலைக்கு போயிருப்பாங்கன்னு நினச்சிட்டு நான் அவங்ககிட்ட எதுவுமே சொல்லலை.
அப்புறம் காலையில் வந்து 6 மணி இருக்கும் வந்து எங்கள் வீட்டுக்கு பால் எடுக்க கூப்பிட்டாங்க. எங்கள் வீட்டுக்காரர் கூப்பிடும்போது தான் அப்போ என்னன்னு கேட்கும்போது நைட் ஃபுல்லாக வரவே இல்லை, வீட்டுக்கு வரல அப்படின்னு சொல்லும்போது நாங்கள் வந்து 2 மாட்டுக்கு பால் எடுத்து கொடுத்துட்டு எங்களுக்கு டியூட்டிக்கு டைம் ஆயிடுச்சு, நாங்கள் கிளம்பிட்டோம். இன்னும் ஒரு மாடு பால் எடுக்காமல் அப்படியே நிற்குது, மாடு கணக்கு தொழுவிலையும் நிற்குது. அதுக்கப்புறம் தான் கீழே வேலைக்கு போனவங்க வந்து பார்த்துட்டு இருந்து சம்பவம் அப்படின்னு சொன்னாங்க. அதுக்கப்புறம் நாங்கள் போயிட்டோம் பார்க்குறோம். അപകടം നടന്ന പ്രദേശത്തു കൂടി ആളുകൾ എത്തിയപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റ ഗണേശൻ മരിച്ച വിവരം തിരിച്ചറിയുന്നത്. മറയൂർ പോലീസ് സംഭവത്തിൽ തുടർ നടപടി സ്വീകരിച്ചു. നെടുങ്കണ്ടത്ത് ഓട്ടോറിക്ഷയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. നെടുങ്കണ്ടം സ്വദേശി സുൽഫിത്ത് നിജാസാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപകടം നടന്നത്. ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് സുൽഫിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇവർ ഛർദ്ദിക്കുന്നതിനായി തല പുറത്തേക്കിട്ടപ്പോൾ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഭർത്താവ് ഓടിച്ച ഓട്ടോറിക്ഷയിൽ നിന്നാണ് സുൽഫിത്ത് വീണത്. ഉടൻ വാഹനം നിർത്തി ഇവരെ ആശുപത്രിയിലെത്തിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് സുൽഫിത്ത് മരിച്ചത്. പീരുമേട് പരുന്തുംപാറയിൽ യുവാക്കൾ സഞ്ചരിച്ച കാറിന് മുമ്പിൽ കടുവ. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വിനോദസഞ്ചാരികളുടെ കാറിന് മുമ്പിലൂടെ കടുവ റോഡ് മുറിച്ച് കടന്നത്. പുതുപ്പള്ളി സ്വദേശി അനന്തു ബാബുവാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. പ്രദേശത്ത് കുറച്ചു ദിവസമായി കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. യുവാക്കൾ കാറിൽ പോകുന്നതിനിടെ പെട്ടെന്ന് വലതുവശത്ത് നിന്ന് കടുവ കാറിന്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നു. യുവാക്കൾ വിവരം അറിയിച്ചതിനനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കടുവ കടന്നുപോയ സ്ഥലം പരിശോധിച്ചു. പ്രദേശത്ത് 2 വയസ്സ് പ്രായമുള്ള ഒരു കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. കാഞ്ചാർ കോഴിമല അരുവിക്കൽ ഭാഗത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചതായി പരാതി. നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. കോഴിമല ബാലപ്പാടി മരുതുംചുവട് അരുവിക്കൽ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. ഈ മേഖലയിൽ പതിവായി കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. വാഴ, തെങ്ങ്, കവുങ്ങ്, ഏലം തുടങ്ങിയ കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കാട്ടാനക്കൂട്ടം തന്റെ പുരയിടത്തിലെ 30ഓളം വാഴകൾ ചവിട്ടി നശിപ്പിച്ചതായി സ്ഥലം ഉടമ മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ കൃഷികൾ വെച്ച് പിടിപ്പിക്കുന്ന വാഴ, ഏലം, കൊടി, കമുക്, സർവ്വ കൃഷികളും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇനി ഇല്ല. ഞങ്ങളുടെ പ്രായമൊക്കെ ആയി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കേണ്ട സ്ഥലങ്ങളായില്ല. ഇത് വാഴകൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഈ വാഴകളെല്ലാം കുറഞ്ഞതൊരു 5000 രൂപ വെച്ച് ആന ഇനിയും കയറി വരും. ഇഷ്ടം പോലെ കമുക, തെങ്ങ് എല്ലാം ഉള്ള സ്ഥലമാണ്. കയറി വന്നത് ആന ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കും. മേഖലയിലെ നിരവധി കർഷകരുടെ കൃഷികളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. പതിവായി ഉണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഓടാനും പറ്റത്തില്ല, നടക്കാനും പറ്റത്തില്ല, അസുഖം പിടിച്ചിരിക്കുന്നവരാ. ഇങ്ങനെ ആന തുടങ്ങിയാൽ ഞങ്ങൾ എന്നാ ചെയ്യും? ഒരു ഫോറസ്റ്റുകാരാണല്ലോ, അവരും വരുന്നുമില്ല. ഇപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞു അവർ വന്നില്ല. ഓടിക്കാമെന്ന് പറഞ്ഞു. കാട്ടിലെവിടെയോ കിടക്കുന്ന ആനയെ ഓടിച്ചു വിട്ടിട്ട് വല്ലതും കാര്യമുണ്ടോ? തിരിച്ചത് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വന്നുകൊണ്ട് നാളെ അല്ല നാളത്തെ കഴിഞ്ഞ് അത് വന്നിരിക്കും, കൃത്യമായിട്ടും വന്നിരിക്കും. നിങ്ങളെ ആരെങ്കിലും ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കിടക്കുന്ന ആരെങ്കിലും ഒക്കെ ആന കൊന്നു കഴിഞ്ഞിട്ട് തീരുമാനം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു തീരുമാനവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി കിട്ടണം. കാട്ടാനക്കൂട്ടം ഇത്തരത്തിൽ കൃഷികൾ നശിപ്പിക്കുന്നത് മൂലം തങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും നാട്ടുകാർ പറഞ്ഞു. അധികൃതർ അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് ആവശ്യം. കാഞ്ചാർ കോഴിമലയിൽ കാട്ടാന ആക്രമണത്തിൽ തകർന്ന കൃഷിയിടങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുമെന്നും കർഷകർക്ക് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോവിൽമല മരുതഞ്ചുവട് ഭാഗത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി കൃഷിയിടങ്ങൾ നശിപ്പിച്ചത്. തുടർന്ന് പ്രദേശവാസികൾ വനംവകുപ്പിൽ വിവരം അറിയിച്ചു. ശേഷം അരുവിക്കൽ ഭാഗത്ത് കാഞ്ചാർ മുരിക്കാട്ടുകുടി സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായ പ്രദേശത്ത് നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും വിഷയത്തിൽ അടിയന്തര നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുമെന്നും മുരിക്കാട്ടുകുടി സെക്ഷൻ ഓഫീസർ ബി സന്തോഷ് പറഞ്ഞു. നമ്മളിവിടെ ഫെൻസിംഗ് ഇടാനായിട്ടും അതുപോലെ തന്നെ ട്രെഞ്ച് കുഴിക്കാനും ഒക്കെ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ റേഞ്ച് ഓഫീസർ മുഖാന്തരം അങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. നൈറ്റ് പെട്രോളിങ്ങിനുള്ള ഇതും എല്ലാം കൊടുത്തിട്ടുണ്ട്. വഴിവിളക്ക് ഇടാനായിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം VSS മീറ്റിംഗ് പൊതുയോഗം കൂടിയപ്പോൾ അതിന് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് KC ബോർഡിൻ്റെ സഹായം കൂടെ വേണം. അതിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഹോൾഡറൊക്കെ പിടിപ്പിക്കേണ്ടത് അവരാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടും VSSൻ്റെ സഹായത്തോടും കൂടി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ കത്ത് വേണമെങ്കിൽ നൽകാം എന്ന് റേഞ്ച് ഓഫീസർ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. കൂടാതെ
പാമ്പാടിക്കുഴിയിൽ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി, അവിടെയും പിന്നെ മറ്റപ്പള്ളി ഭാഗത്തും ആന ഇറങ്ങിയിട്ടുണ്ട്. കാക്കത്തോട് ഭാഗത്തും നിരന്തരം ആനയുടെ ശല്യമുണ്ട്. ഞങ്ങളിതെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം കാക്കത്തോട്, മറ്റപ്പള്ളിക്കവല, കോവിൽമലയുടെ വിവിധ മേഖലകളിലെല്ലാം കാട്ടാന ആക്രമണം രൂക്ഷമാണ്. പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കുമെന്നും കാട്ടാന ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നടത്തുമെന്നും അവർ അറിയിച്ചു. മുരിക്കാട്ടുകുടി സെക്ഷൻ ഓഫീസർ ബി സന്തോഷ്, മറ്റു ഉദ്യോഗസ്ഥന്മാരായ പ്രിയേഷ് എസ്, CK സതീഷ്, TD വിൽസന്റ്, ബിജു TS, കോവിൽമല വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജെയ്മോൻ കോഴിമല എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനകൾ നടത്തിയത്. ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജന്മദിനാഘോഷം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു. വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മന്നത്ത് പത്മനാഭനാചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് ജയന്തി ദിനാഘോഷം ആരംഭിച്ചത്. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു സമൂഹത്തിൽ താമസിക്കുമ്പോൾ അതിലെ അനീതികളെല്ലാം നമുക്കതൊരു അനീതിയായിട്ട് തോന്നാറില്ല. അത് കാലത്തിന് മുമ്പേ സഞ്ചരിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇതൊരു അനീതിയാണ്, അല്ലെങ്കിൽ ഒരു അൺഇക്വാലിറ്റി ഇവിടെ നിലനിൽക്കുകയാണ്. ഇത് ഈ സമുദായത്തിന് വരും കാലങ്ങളിൽ ദോഷം ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ നേരിടണം. അതിന് വേണ്ട അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ പല കോണുകളിൽ നിന്നും അതിന് ഒബ്ജക്ഷൻസ് വരും. സമ്മതിക്കില്ല. കാരണം മാറ്റം എന്നുള്ളത് ഇനേർഷ്യ, ജഡത്വം എന്നുള്ളൊരു പ്രകൃതി നിയമമാണ്. ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ചും ജഡത്വം, ഒരു ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതായത് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത് ഇരിക്കാനും, എവിടെയെങ്കിലും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തുടരാനുമുള്ള ഒരു അവസ്ഥ, അത് സമൂഹത്തിനും ബാധകമാണ്. ഒരു ആചാരമുണ്ടെങ്കിൽ അത് മാറ്റാൻ പ്രയാസമാണ്. അപ്പോൾ അതുപോലെ പ്രതിഭയും ഇച്ഛാശക്തിയുമുള്ള നേതൃത്വം ജനങ്ങളെ സംഘടിപ്പിച്ച് അതിൻ്റെ വരുംവരായികൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതുപോലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുള്ളൂ. യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, സെക്രട്ടറി രവീന്ദ്രൻ AJ, വനിതാ യൂണിയൻ പ്രസിഡന്റ് സുമാ രവീന്ദ്രൻ, ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ കൊച്ചറ മോഹനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ജയന്തി സമ്മേളനത്തിന് ശേഷം 101 വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിരയും കലാപരിപാടികളും നടന്നു. വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയോടുകൂടിയാണ് പരിപാടികൾ സമാപിച്ചത്. യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ KG വാസുദേവൻ നായർ, KV വിശ്വനാഥൻ, TK അനിൽകുമാർ, T പ്രദീപ്, G ശിവശങ്കരൻ നായർ, MR ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ BJPയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ പിണറായി വിജയന്റെ കോലവും കത്തിച്ചു. ശ്രീനാരായണ ഗുരുദേവനെയും ഗുരുദേവന്റെ ദർശനങ്ങളെയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയുടെ മണ്ണിൽ വെച്ച് അപമാനിച്ചത്. ഇത് നാരായണ ഗുരുധർമ്മത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത്യാവശ്യം മുഖ്യമന്ത്രിക്ക് ചരിത്രബോധം ഉണ്ടാകേണ്ടതാണെന്നും MT രമേശ് പറഞ്ഞു. അത്യാവശ്യം മുഖ്യമന്ത്രിക്ക് ചരിത്രബോധമുണ്ടാകേണ്ടതാണ്. ഈ നാട്ടിൽ നടക്കുന്ന സാമാന്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളത് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവന്റെ ധർമ്മത്തെ, സനാതന ധർമ്മത്തിന് നിലവിരിച്ചു മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത്. മുഖ്യമന്ത്രിക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ രീതിയിൽ വിശദീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നാരായണ ഗുരുദേവന്റെ ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും പരസ്പരം ബന്ധമില്ല എന്ന് പറയുവാൻ വേണ്ടി സനാതന ധർമ്മത്തെയാകെ അപമാനിക്കാനാണ് തയ്യാറായത്. ഒരർത്ഥത്തിൽ നാരായണ ഗുരുദേവനെയും നാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെയുമാണ് മുഖ്യമന്ത്രി ശിവഗിരിയുടെ പവിത്രമായ വേദിയിൽ അപമാനിച്ചിട്ടുള്ളത്. അത് നാരായണ ഗുരുധർമ്മത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്, സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കോടിക്കണക്കിന് ഗുരുദേവ ഭക്തരെയും സനാതനധർമ്മ വിശ്വാസികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് BJPയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു.
പ്രതിഷേധ പരിപാടിയിൽ BJPയുടെ ജില്ലയിലെ വിവിധ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിൽ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിൽ നടന്ന പോരാട്ടത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നടന്നു. 5856 ലൈക്കോടെ കട്ടപ്പന സെന്റ് ജോൺസ് CSI ടീം 1ാം സ്ഥാനം നേടി. സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് 2ാം സ്ഥാനവും കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് 3ാം സ്ഥാനവും സ്വന്തമാക്കി. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. ഡിസംബർ 15 നടന്ന പരിപാടിക്ക് ശേഷം 17-ാം തീയതി മുതൽ 29-ാം തീയതി 5 മണി വരെയായിരുന്നു മത്സരം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത കരോൾ ഗാനത്തിന് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ നേടിയ ടീമാണ് വിജയിച്ചത്. 12 ദിവസമായി നടന്ന മത്സരത്തിൽ 5856 ലൈക്കോടെ കട്ടപ്പന സെന്റ് ജോൺ CSI ചർച്ച് ടീം 1ാം സ്ഥാനം നേടി. 4875 ലൈക്സുമായി 2ാം സ്ഥാനം സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീം കരസ്ഥമാക്കി. കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ടീം 1245 ലൈക്സുമായി 3ാം സ്ഥാനവും സ്വന്തമാക്കി. കട്ടപ്പന സെന്റ് ജോൺ CSI ദേവാലയത്തിൽ നടന്ന യോഗത്തിൽ സമ്മാനദാനം നടത്തി. സെന്റ് ജോൺ CSI ചർച്ച് വികാരി ബിനോയ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. 7 വർഷമായി 26 തവണകൾ ഒരു ക്രിസ്മസ് ആഘോഷമാണ്. ഒരു വർഷം കഴിയുന്തോറും അതിൻ്റെ ആ ഒരു പ്രൗഢി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 25ാമത് ജൂബിലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപടി കൂടെ നല്ല നിലയിൽ ഈ വർഷം നടത്തുവാനായിട്ട് കഴിഞ്ഞു. ഏകദേശം 16 സംഗീതങ്ങൾ 16 കൊയറുകൾ പാടി 16 കൊയറുകളുടെയും പാട്ടുകൾ SCN തത്സമയ സംപ്രേഷണം നടത്തി എന്നുള്ളത് മാത്രമല്ല SCN അത് ഒരു കൂടുതൽ ആളുകളുടെ വ്യൂവേഴ്സും അതുപോലെ കൂടുതൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, YMCA പ്രസിഡന്റ് രജിത് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. YMCA അല്ലാതെ ഒരു സംഘടനയാണെങ്കിൽ ഈ 10-26 വർഷം ഇപ്പം തന്നെ നമുക്കറിയാം തുടങ്ങിയത് പ്രാർത്ഥിച്ചിട്ടാണ്. YMCAയുടെ പ്രോഗ്രാമുകളെല്ലാം പ്രാർത്ഥനയോടെ തുടങ്ങുന്നു, പ്രാർത്ഥനയോടെ അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ നമുക്ക് വലിയ ഒരു വിഷമങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. 26 വർഷം അത് അന്ന് നേതൃത്വത്തിലുള്ള തന്നെയൊക്കെ പ്രത്യേകിച്ച് ജോർജ് എല്ലാവരും വളരെ ഭംഗിയായിട്ട് നടന്നു പാടി ഒരു വൻ വിജയമായിരുന്നു നമ്മുടെ പ്രോഗ്രാം. നമ്മൾ 2 വർഷമായിട്ട് HCN ചേർന്നതിനോട് ഒരു സമ്മാനം വരുന്ന ആൾക്കാർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കണമെന്ന് നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് HCN ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതിൽ നടത്താം. ബിക്കോസ് എല്ലാവരും ഒരു മത്സരം വെച്ചിട്ട് അതിൽ കുറേ ജഡ്ജസിനെ വിളിച്ച് അവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. അതിലൊരു ഡിഫറെൻ്റായിട്ട് നമുക്ക് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ലൈവായിട്ട് കിട്ടുന്നുണ്ട്. അതും ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അതിനൊരു ലൈക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാമെന്നുള്ള രീതിയിൽ HCN കൊണ്ടുവന്നതായിരുന്നു. മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമിന് കട്ടപ്പന എസ്മാർട്ട് നൽകുന്ന 10,001 രൂപയും 2ാം സ്ഥാനം നേടിയ ടീമിന് കട്ടപ്പന ട്രേഡിംഗ് കമ്പനി നൽകുന്ന 7,001 രൂപയും 3ാം സമ്മാനം കരസ്ഥമാക്കിയ ടീമിന് കട്ടപ്പന സെറാ കർട്ടൻസ് നൽകുന്ന 5,001 രൂപയും കൈമാറി. അംഗങ്ങളുമായി എത്തിയാണ് ടീമുകൾ സമ്മാനം ഏറ്റുവാങ്ങിയത്. YMCA സെക്രട്ടറി KJ ജോസഫ്, YMCA എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ്, ട്രഷറർ UC തോമസ്, എക്സിക്യൂട്ടീവ് അംഗം PM ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 27 വർഷമായി നടത്തുന്ന പരിപാടിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് HCN ചാനലിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ മത്സരവും നടത്തിവരുന്നത്. പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഈ കൊല്ലത്തെ സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിന് തിരിച്ചീല വീഴുമ്പോൾ 2025 ക്രിസ്മസിനെ പ്രൗഢഗംഭീരമായി വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KS ജോയി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന റോട്ടറി ക്ലബ്ബ് ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള ജോലി സ്വഭാവം കർശനമായി പാലിക്കുക, യുവിൻ വിഷയത്തിലെ അവ്യക്തത മാറ്റുക, ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗം ചെയ്യുന്ന ജോലികളിൽ സ്വന്തമായി പാസ്വേഡ് ID അനുവദിക്കുക, ശമ്പള പരിഷ്കരണത്തിലെ അപകടങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൺവെൻഷൻ നടത്തിയത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KS ജോയി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അതിയായ സന്തോഷം നൽകുന്ന നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും മറ്റ് സംഘടനയുടെ ഭയപ്പെടുത്തലൊക്കെ അവഗണിച്ചുകൊണ്ട് നെഞ്ചു പിരിച്ച് അല്ലെങ്കിൽ നട്ടലോടുകൂടി ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.
കാരണം നമുക്ക് നിലപാടുള്ള ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ ശത്രുക്കളുണ്ടാവുന്നത്. നമ്മൾ വാട്സാപ്പിലൊക്കെ കാണാറുണ്ട്. അപ്പം നിലപാടുള്ളത് കൊണ്ടാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ നിലപാട് ഇവിടെ ഉയർത്തിപ്പിടിച്ച് പറയുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഹെൽത്ത് സൂപ്പർവൈസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് വരെ ഉള്ളവരുടെ സംഘടനയാണിത്. കൺവെൻഷന് മുന്നോടിയായി അകാലത്തിൽ മരിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ അനുസ്മരണവും നടന്നു. തുടർന്ന് സർവീസിൽ നിന്നും പിരിഞ്ഞവർക്ക് യാത്രയയപ്പും നൽകി. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ പുറത്തിറക്കിയ കലണ്ടറിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. അനീസ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MM സക്കീർ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുജനാരോഗ്യം 2023 സംഘടനാ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലൈജു കെ ഇഗ്നേഷ്യസ് സംസാരിച്ചു. R സന്തോഷ്, ദിലീപ് KV, സുനിൽ ജോസഫ്, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പുളിയന്മല റോഡിൽ പോലീസ് വളവിൽ ലോറിയിൽ നിന്ന് റോഡിലേക്ക് പാറപ്പൊടി വീണ് അപകടം. ഏതാനും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി പാറപ്പൊടി നീക്കം ചെയ്തു. അരമണിക്കൂറോളം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC ആഹ്വാനം ചെയ്ത പ്രകാരം കട്ടപ്പന ബ്ലോക്കിലെ വാർഡ് പുനഃസംഘടന പൂർത്തിയായതായി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 102 വാർഡ് പ്രസിഡന്റുമാരുടെ ഏകദിന ക്യാമ്പ് ജനുവരി 6-ാം തീയതി കട്ടപ്പന CSI ഗാർഡനിൽ നടക്കും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് തോമസ് മൈക്കിൾ പറഞ്ഞു. ഈ വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടുള്ള കട്ടപ്പന ബ്ലോക്കിലെ വാർഡ് പുനഃസംഘടന പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുകയാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കട്ടപ്പന ബ്ലോക്കിലെ 102 വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ ഏകദിന ക്യാമ്പ് ജനുവരി 6-ാം തീയതി കട്ടപ്പന CSI ഗാർഡനിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതും ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെ KPCCയുടെയും DCCയുടെയും ബഹുമാനിതരായ നേതാക്കൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതുമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ മൂന്നാർ KSRTC ഡിപ്പോയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സഞ്ചാരികൾക്കായുള്ള സൈറ്റ് സീൻ ഉല്ലാസയാത്ര നിർത്തലാക്കുക, ഡബിൾ ഡെക്കർ ബസ് എത്തിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡ്രൈവർമാരുടെ കരിങ്കൊടി പ്രതിഷേധം. മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയിലേക്ക് KSRTCയുടെ സൈറ്റ് സീൻ സർവീസുകളുടെ കടന്നുകയറ്റം ടാക്സി മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ KSRTC ഡിപ്പോയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. அடுக்குமாடி பஸ் கொண்டு வந்து எங்களுடைய வாழ்வாதாரத்தை கெடுப்பதற்காக இந்த சர்க்கார் இப்போ பஸ் கொண்டு வராங்க. இந்த பஸ் கொண்டு வரதுனால எங்களுடைய வாழ்வாதாரம் ஃபுல்லாக பாதிக்கப்படுது. ஜீப் ஸ்டாண்டில் உள்ள அசோசியேஷன் மெம்பர் 300 பேர் இருக்கும். ஆட்டோ டாக்ஸி டிரைவர் ஒரு 500 பேர் இருக்காங்க. அது இல்லாமல் கைடு மாதிரி ஒரு 150 பேருக்கு மேலே இருக்காங்க. அப்படி பார்க்கல ஒரு 900 ஃபேமிலியோட வாழ்வாதாரம் கெடுக்கப்படுது. அதனால் இந்த அடுக்குமாடி பஸ்ஸு இங்கே வந்தால் எங்களுடைய முற்றிலும் நாங்கள் கஞ்சி குடிக்க கூட ஒரு வழி இல்லாத அளவுக்கு நாங்கள் தள்ளப்படுவோம். அதனால் இந்த பஸ் இங்கே வராமல் இருக்கிறதுக்கு സർക്കാർ മുൻനടപടി എടുക്കണം. സഞ്ചാരികൾക്കായുള്ള സൈറ്റ് സീൻ ഉല്ലാസയാത്ര നിർത്തലാക്കുക, ഡബിൾ ഡെക്കർ ബസ് എത്തിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡ്രൈവർമാരുടെ കരിങ്കൊടി പ്രതിഷേധം. ஆனால் கவர்மெண்ட் இங்கே உள்ள டெவலப்மெண்ட் பண்ணுறேன்னு சொல்லி சொல்கிறாங்க. ஆனால் என்ன டெவலப்மெண்ட் பண்ணுறாங்கன்னு எங்களுக்கு தெரியல. KSRTC இப்படி தான் அன்றைக்கி உல்லாச யாத்திரை விடக்கூடாதுன்னு சொன்னோம். அன்றைக்கி உல்லாச யாத்திரை விட்டாங்க. இன்றைக்கி டபுள் டெக்கர் கொண்டு வராங்க. நாளைக்கு வேறு எதுவும் செய்வாங்க. அப்போ நாங்கள் எல்லாம் எஸ்டேட் தொழிலாளி பிள்ளைகள் சிசியும் வச்சு எல்லாம் அடைச்சி வட்டிக்கு வாங்கி காசு முடக்கி ஒரு வழி இல்லாமல் இருக்கோம். இது எங்களுக்கு வரக்கூடாதுன்னு சொல்லி எங்களோட ஒரு கோரிக்கை. இது மீண்டும் நடந்துச்சு அப்படின்னா இதை விட வலுவாக இருக்கும். குடும்பம் குட்டியோட எல்லா வேலையும் நிறுத்தி ஒரு நாள் வேலையை நிறுத்தம் நாங்கள் கண்டிப்பாக செய்வோம். മൂന്നാറിലെ 50-ലധികം ഡ്രൈവർമാർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. KSRTCയുടെ ഉല്ലാസയാത്രാ സർവീസുകൾക്ക് പുറമെ കള്ള ടാക്സികളും നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവരും ടാക്സി മേഖലയെ തകർക്കുന്നുവെന്ന് ഡ്രൈവർമാർ ആരോപിച്ചു. ടാക്സി മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതുവിടങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമലംഘകരെ കുരുക്കാൻ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. മാലിന്യ നിക്ഷേപം നിരീക്ഷിക്കുന്നതിനും തടയുന്നതിനുമായി പഞ്ചായത്ത് പരിധിയിൽ 3-man ആർമി പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്തിനെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കി നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നതിനിടയിലാണ് മാലിന്യ നിക്ഷേപം
തടയുകയെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് 3-man ആർമിക്ക് രൂപം നൽകിയിട്ടുള്ളത്. മുഴുവൻ സമയവും ഇവർ പഞ്ചായത്ത് പരിധിയിൽ നിരീക്ഷണം നടത്തും. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടാൽ ബോധവൽക്കരണം നടത്തുകയും ഗുരുതര കുറ്റകൃത്യമെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. പഞ്ചായത്തിനെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കി നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കവറിൽ കെട്ടി പൊതുനിരത്തുകളിൽ വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പകലും രാത്രിയും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനൊരു അറുതി വരുത്തുന്നതോണം നമ്മൾ ഇന്ന് 3-man ആർമി 24/7 എന്നുള്ള പേരിൽ പുതിയൊരു സ്ക്വാഡിനെ കൂടെ നമ്മൾ രൂപീകരിക്കുകയാണ്. ഓഫീസ് പ്രവർത്തന സമയത്തും കാലങ്ങളിലും പൊതുനിരത്തുകളിൽ വലിച്ചെറിയപ്പെടുന്ന ഈ മാലിന്യങ്ങളും ഉപേക്ഷിക്കപ്പെടുന്ന ചായക്കപ്പ് തുടങ്ങിയ മറ്റ് ഇതര മാലിന്യങ്ങളും എല്ലാം അത് കൈയുടനെ തന്നെ കണ്ടെത്തി അവർക്ക് ബോധവൽക്കരണം നടത്തുകയും അനിവാര്യമെന്ന് തോന്നുന്നവയ്ക്ക് ഫൈൻ ചുമത്തുകയും തത്സമയം അത് ഒടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നതിനുള്ള ഒരു പുതിയ സംരംഭം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്ക്വാഡ് പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കുന്നത്. മൂന്നാറിന്റെ ജീവനാഡിയായ മുതിരപ്പുഴയിലും പാതയോരങ്ങളിലുമടക്കം മാലിന്യ നിക്ഷേപം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. പഞ്ചായത്തിന്റെയും മറ്റും ഇടപെടലിലൂടെ നാളുകൾക്ക് മുമ്പ് പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ നിക്ഷേപം കുറഞ്ഞിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാര സീസണിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത്. കട്ടപ്പന കൈരളി ജംഗ്ഷന് സമീപം നിൽക്കുന്ന ഈട്ടിമരവും തെങ്ങും അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. കൈരളി ജംഗ്ഷൻ സുവർണഗിരി റോഡിലാണ് 4 വീട്ടുകാർക്ക് ഭീഷണിയായി മരങ്ങൾ നിൽക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽപ്പെട്ട 30-ാം വാർഡിൽ കൈരളി ജംഗ്ഷന് സമീപമാണ് 50 അടിയോളം ഉയരമുള്ള ഈട്ടിമരവും തെങ്ങും അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. സമീപത്ത് താമസിക്കുന്ന 4 വീട്ടുകാർ മരം വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പരാതി നൽകിയിട്ട് നാളുകളേറെയായി. എന്നാൽ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇവിടുത്തെ ആവശ്യം ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ് ഈ ഇട്ടിമരം 4 വീട്ടുകാർക്ക്. അതുകൊണ്ട് ഇപ്പോൾ എത്രയും വേഗം ഒന്ന് വെട്ടി മാറ്റി കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പരാതി മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്. വന്നു നോക്കി പോയി എന്നുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നിലവിൽ റോഡിലാണ് മരങ്ങളുടെ ചുവട് നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ കാറ്റ് ആരംഭിച്ചതോടെ ഇവർ ഭീതിയിലാണ് കഴിയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ കാറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഈ ഇവിടെ പേരുടെ മണ്ടയിലോട്ട് എപ്പോഴാണ് ഒടിഞ്ഞു ചാടുന്ന അറിയത്തില്ല. ഞങ്ങൾ 6 മാസമായി അതിന് പരാതി കൊടുത്തിട്ട് ഇതുവരെ അതിന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞാൽ DFOയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്ന പരാതി. DFOയ്ക്ക് എന്നോട് ഈയിടെ അവർ പറഞ്ഞത് പിന്നെ ചേച്ചി അയ്യപ്പൻകോയിൽ പോയി ഒന്ന് അന്വേഷിക്കാം, ഫോറസ്റ്റ് ഓഫീസ് പോയി ഒന്ന് അന്വേഷിക്കാമെന്നാണ് അവരെന്നോട് ചോദിച്ചത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം. അയ്യപ്പൻകോവിൽ മേരികുളം തോണിത്തടി ഭാഗത്ത് 5 മാസത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങുന്നതായി പരാതി. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനുകൾ യഥാസമയം പുനഃസ്ഥാപിക്കാത്തതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. അയ്യപ്പൻകോവിൽ തോണിത്തടി ഭാഗത്താണ് കഴിഞ്ഞ 5 മാസമായി ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് വഴി വെള്ളമെത്താത്തത്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പുകളുടെ കണക്ഷൻ വിച്ഛേദിച്ചിരുന്നെങ്കിലും അത് പുനഃസ്ഥാപിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മേഖലയിൽ 50ഓളം കുടുംബങ്ങൾ ഈ കുടിവെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാൽ മാസങ്ങളായി കുടിവെള്ളം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം. എല്ലാ മാസവും കൃത്യമായിട്ട് ബില്ല് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ബില്ല് ഈടാക്കുന്നുമുണ്ട്. 5 മാസമായിട്ട് പൈപ്പുകളെല്ലാം വലിച്ചു വാരിയിട്ടിട്ട് ഞങ്ങളുടെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 50ഓളം കുടുംബങ്ങൾ ചോദിക്കുമ്പോൾ നിരുത്തരവാദപരമായിട്ടുള്ള വർത്തമാനമാണ് അതിൻ്റെ ഉദ്യോഗസ്ഥരോട് പറയുന്നത്. ഇവിടെ ചോദിക്കുമ്പോൾ പറയും അവിടെ ചോദിക്കണം, പൈനാവി ചോദിക്കണം, അത് കഴിഞ്ഞ് കുമളി ചോദിക്കണം, അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ടറോട് ചോദിക്കണം, കഴിഞ്ഞ് ഓവർസിയറോട് ചോദിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനം. ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു വാട്ടർ അതോറിറ്റിയുടെ വിഭാഗം ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഈ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് നിരന്തരം വെള്ളമില്ലാത്തൊരവസ്ഥയാണുള്ളത്. അടിയന്തരമായി തോണിത്തടി പാലത്തിന് സമീപം വിച്ഛേദിച്ചിരിക്കുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പുതുവത്സര ദിനത്തിൽ കുട്ടികൾക്ക് വ്യത്യസ്ത സമ്മാനമൊരുക്കി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകർ. ഇതുവരെ കാറിൽ സഞ്ചരിക്കാത്ത 100ഓളം കുട്ടികൾക്ക് കാർ യാത്ര ഒരുക്കിയാണ് പുതുവത്സരത്തെ വരവേറ്റത്. കാർ യാത്രയുടെ ഫ്ളാഗ് ഓഫ് വണ്ടിപ്പെരിയാർ SHO സുവർണകുമാർ നിർവഹിച്ചു. സുമനസുകളായ കാർ ഉടമകളെ സമീപിച്ചാണ് പരിപാടി നടത്തിയത്. 20ഓളം കാറുകളിലാണ് കുട്ടികൾക്ക് സഞ്ചരിക്കുന്നതിന് അവസരമൊരുക്കിയത്. വണ്ടിപ്പെരിയാർ SHO സുവർണകുമാർ കാർ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഏതാണ്ട് ഒരു 90% കുട്ടികളും തോട്ടം തൊഴിലാളികളുടെ മക്കളാണ്. ഞാൻ ക്ലാസ്സുകളിൽ കയറി കുട്ടികളോട് ചോദിച്ചു, കുട്ടികൾ എത്ര പേര് കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട്, കാറിൽ കയറിയിട്ടുണ്ട്. അപ്പം പല കുട്ടികളും കാറിൽ കയറാത്ത കുട്ടികളാണ്, ഇതുവരെയും കാറിൽ പോലും കയറാത്ത കുട്ടികളാണ്. എന്നാൽ നാട്ടുമ്പുറങ്ങളിലെല്ലാം, സിറ്റി നഗരങ്ങളിലെല്ലാം കുട്ടികൾ വിമാനത്തിൽ സഞ്ചരിക്കുന്നവരുണ്ട്. ദിവസവും രാവിലെ കാറിൽ വന്ന് സ്കൂളിൽ ഇറങ്ങുന്ന കുട്ടികളുണ്ട്. പല സ്കൂളുകളിലെയും പാവപ്പെട്ട കുട്ടികളെ ചില ഏജൻസികൾ വിമാനത്തിൽ ഫ്രീ ആയി കയറ്റി അവർക്കൊരു യാത്ര കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതൊരു തുടക്കം കുറിക്കട്ടെ. കാരണം നമ്മുടെ മേഖലയിൽ ഈ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഈ തോട്ടം മേഖലയിൽ ഇവിടെ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്കും നാളുകളിൽ ഇതുപോലെ വിമാനത്തിൽ യാത്ര ചെയ്യുവാനും അവര് പഠിച്ച് ഉയർന്ന കാറിൽ യാത്ര ചെയ്യുവാനൊക്കെ അവർക്ക് ഇതുപോലുള്ള ഒരു ചെറിയ പരിപാടി പ്രചോദനം നൽകും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. സ്കൂളിലെത്തിയ കുട്ടികൾക്ക് പുതുവത്സരത്തിന്റെ മധുരവും നൽകി. തങ്ങൾക്ക് മറക്കാനാകാത്ത അനുഭവമാണ് ലഭ്യമായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു നിമിഷമാണ് ഇന്ന് ഞങ്ങൾക്ക് നടന്നിരിക്കുന്നത്. ഞങ്ങളുടെ HM സാർ ഞങ്ങളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എപ്പോഴും സാധിച്ചു തരാറുണ്ട്. ഇന്ന് ഞങ്ങളുടെ HM സാർ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നു. ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളും ഇതുപോലൊരു കാറ് വാങ്ങി ഇതുപോലുള്ള കൊച്ചു കുട്ടികളെയും കയറ്റി ഞങ്ങൾ സ്കൂളുകളിൽ സഞ്ചരിക്കും. അതുപോലെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് വിമാനത്തിൽ போகணும்னு அதுவும் ഞങ്ങളുടെ HM சாரும் டீச்சர்ஸ் சாதிச்சு தருമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ஹாப்பி நியூ இயர். நாங்க வந்து கவர்மெண்ட் UP ஸ்கூலோட ஸ்டூடெண்ட்ஸ். நாங்க இன்னைக்கு ரொம்ப ஹாப்பியா இருக்கோம். ஏன்னா எங்க ஸ்கூல்ல சில பேர் கார்ல பயணம் செலுத்தினதே இல்ல. அதை புரிஞ்சுக்கிட்ட எங்க டீச்சர்ஸ் சார்ஸ் எல்லாம் இன்னைக்கு நியூ இயர் அதுமா எங்களை கார்ல பயணம் செலுத்தணும்னு சொல்லிட்டு இன்னைக்கு வண்டிப்பெரியார் மினி ஸ்டேடியத்துல இருந்து எங்க ஸ்கூல் வர பயணம் செலுத்தணும். இன்னைக்கு எங்களுக்கு ஒரு புதிய அனுபவமா இருந்துச்சு. எங்களுக்கு ரொம்ப சந்தோஷமா இருந்துச்சு. സ്റ്റാഫ് സെക്രട്ടറി ജീജ KN, PTA പ്രസിഡന്റ് ദാനിയേൽ, MPTA പ്രസിഡന്റ് സോണിയ തോമസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിനായി ഇത്തവണ ഇടുക്കിയിലേക്ക് എത്തിയത് റെക്കോർഡ് സഞ്ചാരികൾ. ഡിസംബറിൽ മാത്രം 4 ലക്ഷത്തിൽ പരം സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത്. മൂന്നാറിനും വാഗമണിനും തേക്കടിക്കുമൊപ്പം ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്രിസ്തുമസ് അവധിക്കാലത്ത് ഓരോ ദിവസവും ജില്ലയിലേക്ക് എത്തിയത് 10,000-ങ്ങളാണ്. ക്രിസ്തുമസ് ദിനത്തിലും ഡിസംബർ 31-നും വൻ തിരക്ക് അനുഭവപ്പെട്ടു. DTPCയുടെ നിയന്ത്രണത്തിലുള്ള സെന്ററുകളിൽ മാത്രം ഡിസംബറിലെത്തിയത് 4 ലക്ഷത്തിൽ പരം സഞ്ചാരികളാണ്. വാഗമൺ മൊട്ടക്കുന്നിലും അഡ്വഞ്ചർ പാർക്കിലുമാണ് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 2024-ൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വൻ വർധനവാണ് അനുഭവപ്പെട്ടത്. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളുടെ നല്ല തിരക്കാണ്. രാമക്കൽമേട് ഉൾപ്പെടെ മറ്റ് പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. സഞ്ചാരികൾ കൂടുതൽ 2025-ലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2023-നേക്കാളും കൂടുതൽ സഞ്ചാരികൾ 2024-ൽ എത്തപ്പെട്ടത് ടൂറിസം മേഖലയ്ക്കും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും എല്ലാം ഒരു ശുഭസൂചകമായാണ് ഞങ്ങൾ കാണുന്നത്. ഈ ഒരു ഫ്ലോ 2025-ൽ കൂടുമെന്നും കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ചും തായ്ലാൻഡിലേക്കും ശ്രീലങ്കയിലുള്ള ഫ്ലോ 2025 കുറയുമെന്നും അത് ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലും ഇടുക്കിയിലും മൂന്നാർ, വാഗമൺ, രാമക്കൽമേട് ഉൾപ്പെടെയുള്ള ആഭ്യന്തര സഞ്ചാര ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി സഞ്ചാരികളെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെയ്യിലാണ് ഏറ്റവും അധികം സഞ്ചാരികൾ ജില്ലയിലെത്തിയത്. 5 ലക്ഷത്തോളം ആളുകളാണ് മെയ്യിൽ ഇടുക്കി സന്ദർശിച്ചത്. ജനുവരി, ഏപ്രിൽ, നവംബർ മാസങ്ങളിലും 3.5 ലക്ഷത്തോളം ആളുകൾ എത്തി. DTPC സെന്ററുകൾ സന്ദർശിക്കാതെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തി മടങ്ങിയതും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം
വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്ക ലേല വിവരം. ആകലോട്ട് 147, വിൽപ്പനയ്ക്ക് വന്നത് 31,683, വിൽപ്പന നടന്നത് 30,345, കൂടിയ വില 3,296, ശരാശരി വില 3,005. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,500, കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 925, കൊക്കോ 150, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,180 രൂപ, വെള്ളി 98. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM എങ്ങനെ പ്രവർത്തിക്കണമെന്ന് KK ശിവരാമൻ തീരുമാനിക്കേണ്ടെന്ന് ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു ഉൾപ്പെടെയുള്ളവരുടെ പണം വാങ്ങി ചെലവഴിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്നും CV വർഗീസ്. CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് അവർ തന്നെ കൊള്ളയടിക്കുകയും പണം ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് CPMന്റെ രീതിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മറയൂരിൽ വൈദ്യുതാഘാതമേറ്റ ഒരാൾ മരിച്ചു. മരിച്ചത് ചട്ടമൂന്നാർ ടോപ്പ് ഡിവിഷൻ സ്വദേശി ഗണേശൻ. നെടുങ്കണ്ടത്ത് ഓട്ടോറിക്ഷയിൽ നിന്ന് വീണു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പീരുമേട് പരുന്തുംപാറയിൽ യുവാക്കൾ സഞ്ചരിച്ച കാറിന് മുമ്പിൽ കടുവ. വിനോദസഞ്ചാരികളുടെ കാറിന് മുമ്പിലൂടെ കടുവ റോഡ് മുറിച്ചു കടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ. കാഞ്ചാർ കോഴിമല അരുവിക്കൽ ഭാഗത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിനായി ഇത്തവണ ഇടുക്കിയിലേക്ക് എത്തിയത് റെക്കോർഡ് സഞ്ചാരികൾ. ഡിസംബറിൽ മാത്രം ജില്ലയിലെത്തിയത് 4 ലക്ഷത്തിൽ പരം സഞ്ചാരികൾ. മൂന്നാറിനും വാഗമണിനും തേക്കടിക്കുമൊപ്പം ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലും അനുഭവപ്പെട്ടത് വൻ തിരക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.